ശ്രീനാരായണ പരമഗുരവേ നമഃ. ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവിൻ്റെ 108 മന്ത്രങ്ങൾ, അതിൻ്റെ അർത്ഥമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 32 മന്ത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. ദിവസവും അത് കാണാതെ പഠിച്ച് കൂടെ പോരാൻ പറ്റുന്നുണ്ടെന്ന് പലരും പറയുകയുണ്ടായി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഗുരുവിൻ്റെ മന്ത്രങ്ങൾ പരബ്രഹ്മത്തിൻ്റെ തന്നെ പര്യായങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മളെ കൂടുതൽ ആന്തരികമായി വെളിച്ചം ഉണ്ടാക്കി തരുന്നതാണെന്നും നമുക്ക് ബോധ്യമാവുന്നുണ്ട്. ഇവിടെ 33-ാമത്തെ മന്ത്രത്തിൽ ഗുരുവിൻ്റെ ജ്ഞാനദാനത്തെ ആണ് പുകഴ്ത്തി പറയുന്നത്. ഓം സത്കൃത്യ ജ്ഞാനദാനോത്കർഷായ നമഃ. സത്കൃത്യങ്ങൾ നല്ല കർമ്മങ്ങളാണ്. ആ നല്ല കർമ്മങ്ങൾ ചെയ്ത് ജ്ഞാനദാനം, ഏറ്റവും മഹത്തായ ദാനമാണ് ജ്ഞാനമെന്ന് പറയും, വിദ്യ. അപ്പോൾ അങ്ങനെ ആ ദാനം ചെയ്തുകൊണ്ട് ഉത്കൃഷ്ടമായ തലത്തെ പ്രാപിച്ചവൻ എന്ന അർത്ഥം. ഇവിടെ ഗുരുദേവന് പ്രത്യേകിച്ച് ഒരു ഉത്കർഷം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷേ ഗുരു അല്ലെങ്കിൽ ജ്ഞാനി ഈ സത്കൃത്യങ്ങൾ, കാരണം എപ്പോഴും നല്ല കൃത്യങ്ങളാണ് ചെയ്ത് മറ്റുള്ളവരെ ഉത്കർഷത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഗുരുവിൻ്റെ ജീവിതം മൊത്തം നമ്മൾ നോക്കുമ്പോൾ ബാല്യം മുതൽ മറ്റുള്ളവരുടെ ഉത്കർഷത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ടാണ് ഗുരു ഇവിടെ ലീലകളാടിയത്. അതുകൊണ്ട് അങ്ങനെ ഉള്ള ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയാണ്. ജ്ഞാനമാണെങ്കിലും എപ്പോഴും ദാനമല്ല പാത്രമറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പറയും. ഏത് ദാനമാണെങ്കിലും പാത്രമറിഞ്ഞായിരിക്കണം ദാനം ചെയ്യേണ്ടത്. ഈ ജ്ഞാനവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പല വസ്തുക്കളും ദാനം ചെയ്യാൻ പറ്റുമ്പോഴും നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്, എന്താണ് കൊടുക്കുന്നത്? പല ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാരും പല രീതിയിലുള്ള
ശിഷ്യന്മാർ അവർക്കുണ്ടെങ്കിലും ഓരോ ശിഷ്യൻ്റെയും സംസ്കാരത്തിനനുസരിച്ച് അവൻ്റെ ഹൃദയത്തിൽ അത് താങ്ങുവാൻ സാധിക്കുമോ, അവനത് തിരിച്ചറിയാൻ പറ്റുമോ, അതറിഞ്ഞാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മളെപ്പോലെ എല്ലാവർക്കും ഒരേപോലെ ഇത് കൊടുക്കുകയല്ല. അങ്ങനെ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ദോഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളുടെ പാരമ്പര്യമായിട്ട് വരുന്ന പല വിദ്യകളും ഇടയ്ക്ക് നഷ്ടമായി പോകുന്നത് കാണുന്നുണ്ട്. അത് ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക്, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് പുത്രനിലേക്ക് പരമ്പരയായിട്ട് പകർന്നു കൊടുക്കേണ്ട രഹസ്യം ആയിട്ടുള്ള ചില വിദ്യകളുണ്ട്. അത് പൊതുവായിട്ട് പറയാൻ പറ്റുന്നതല്ല, അങ്ങനെ പൊതുവായിട്ട് കൊടുക്കാൻ നിവൃത്തിയുമില്ലാത്തതാണ്. പക്ഷേ ഈ കാലഗതിയിൽ അതിന് ചില ച്യുതികളൊക്കെ സംഭവിക്കാറുണ്ട്. അച്ഛൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ മകൻ പ്രാപ്തനല്ലെങ്കിൽ ആ മകനിലേക്ക് അങ്ങനൊരു വിദ്യ പകർന്നു കൊടുക്കില്ല. കാരണം അത് അവൻ തെറ്റായിട്ട് അത് ഉപയോഗിക്കും. അതുകൊണ്ടാണ്. അതുപോലെയാണ് ഗുരുക്കന്മാരും, പ്രത്യേകിച്ച് ഈ ആത്മവിദ്യ, അതിൻ്റെ ദാനം ഒക്കെ അങ്ങനെ ഉത്തമരായിട്ടുള്ള ശിഷ്യന് മാത്രമാണ് പകർന്നു കൊടുക്കുന്നത്. യോഗവിദ്യ ആയാലും ശരി, അതുപോലെ വേദാന്തമായാലും ശരി. പക്ഷെ പൊതുവായിട്ട് നമുക്ക് പുസ്തകങ്ങളിലും ഒക്കെ ചിലത് കാണാം. പൊതുവായിട്ട് ചിലപ്പോൾ നമുക്കിത് പറയാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് അത് തികച്ചും വ്യക്തിപരമായിട്ടാണ് അത് അവർ പകർന്നു കൊടുക്കുന്നത്. പൊതുവെ പറയുമ്പോൾ അത് ആ രീതിയിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ശിഷ്യൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ ബൗദ്ധികമായിട്ടുള്ള സൂക്ഷ്മത, തെളിച്ചം, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഗുരു പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഈ ജ്ഞാനത്തെ അവരവരുടെ രീതിയിൽ അവരവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തലത്തിൽ വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഗുരുവിൻ്റെ കർമ്മ രംഗമായാലും യോഗരംഗമായാലും അതുപോലെ ഭക്തി, ജ്ഞാനം, ഈ 4 തലങ്ങളിലും ഓരോരുത്തർക്കും സ്വീകാര്യമായവ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഗുരു ഇതെല്ലാം നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും ഉത്കൃഷ്ടമായിട്ടുള്ള ജ്ഞാനത്തെ പ്രദാനം ചെയ്ത മഹാത്മാവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരമെന്നാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ മഹാനായ ഗുരുവിൻ്റെ ഈ മഹത്തായ ജ്ഞാനത്തിൽ ഏത് ജ്ഞാനമാണ് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നത്, അത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വച്ചപ്പോൾ ഈ ഹൃദയത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയത് എന്തൊക്കെയാണ്? ജന്മജന്മാന്തരങ്ങളിലൂടെ ഈ ജീവൻ സ്വരൂപിച്ചു വച്ച വീണ്ടും വീണ്ടും ജനിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയ വാസനകൾ നമ്മൾക്ക് ഈ വെളിച്ചത്തിൽ, ഈ പരമഗുരുവിൻ്റെ ഈ ജ്ഞാനദാനത്തിൽ, ആ ദാനം നമ്മൾ സ്വീകരിച്ചപ്പോൾ അഴുക്കുകളായിട്ട് നിന്ന ഈ നമുക്ക് ദുഃഖമുണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ആ വാസനകളെ നമ്മൾക്ക്
എത്രമാത്രം കഴുകിക്കളയുവാനായിട്ട് സാധിച്ചു. അത് കർമ്മയോഗ ബുദ്ധിയ. ഇവിടെ ഗുരു സ്വന്തം ജീവിതം തന്നെയാണ് മറ്റുള്ളവർക്ക് ഉപദേശമായിട്ട് ഗുരു ജീവിച്ചു കാണിച്ചത്. ഗുരുവിൻ്റെ കർമ്മ ഭൂമി അല്ലെങ്കിൽ കർമ്മരംഗം നിസ്വാർത്ഥമായിട്ട് എങ്ങനെയാണ് ഒരാൾ ഇവിടെ കർമ്മം ചെയ്യേണ്ടത്, പൊതുപ്രവർത്തകനായാലും ഗൃഹസ്ഥനായാലും സന്യാസിയായാലും ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏത് മനോഭാവത്തോടു കൂടിയാണ് കർമ്മയോഗ ബുദ്ധിയ പ്രവർത്തിക്കേണ്ടതെന്ന് സ്വജീവിതം കൊണ്ട് ഗുരു നമ്മൾക്ക് കാട്ടി തന്നിട്ടുണ്ട്. നമ്മൾക്കത് സ്വീകരിക്കാം. ഇനി രാജയോഗത്തിലാണെങ്കിൽ ആ രാജയോഗത്തിൽ ഗുരു അഗ്രഗണ്യനായിരുന്നു. അത് നമ്മൾ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട്, സ്വാംശീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാംശീകരിച്ചുകൊണ്ടാണോ നമ്മൾ ഗുരുവിനെ കാണുന്നത്? അതുപോലെ ഭക്തിയുടെ തലത്തിൽ ആത്മാനുസന്ധാനം ഭക്തി എന്ന് പറയുമ്പോൾ ആ തലത്തിൽ ഒരു ഉത്തമനായിട്ടുള്ള ഭക്തരായി നമുക്ക് ഗുരുവിനോട് നീതി പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? ഗുരു ഉദ്ദേശിച്ച രീതിയിൽ മൂർത്തി പൂജയിൽ നിന്ന്, വിഗ്രഹപൂജയിൽ നിന്ന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള അദ്വൈതത്തിൻ്റെ തലത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഭക്തിയാണോ, ആ രീതിയിലാണോ നമ്മൾ ക്ഷേത്രങ്ങളെയും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും ഉത്സവാദികളെയും ഒക്കെ നമ്മൾ സ്വീകരിച്ചത്? ഇതൊക്കെ നമ്മളിവിടെ ശരിയായ രീതിയിൽ വിലയിരുത്തേണ്ടതാണ്. ഇത് നമ്മളുടെ വ്യക്തിപരമായ ആവശ്യത്തിനാണ്, മറ്റുള്ളവരുടെ ആവശ്യമല്ല. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഈ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്ത് വരുമ്പോൾ അത് പൊതുധാരയിലേക്ക് വരാം. അതാണ് ഗുരു ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെയാണ് ജ്ഞാനം, അദ്വൈത വേദാന്തം. അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഗുരു ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു തലത്തിൽ ഒന്നിലും സ്പർശിക്കാതെ എന്നാൽ എല്ലാത്തിലും സ്പർശിച്ച് നിലകൊണ്ടത്, അക്ഷോഭ്യനായി നിർമ്മമനായി, ആ തലത്തിൽ നമ്മൾക്ക് ഉയരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പം ഇങ്ങനെ ഈ സത്കൃത്യ ജ്ഞാന ദാനോത്കർഷായ നമഃ എന്ന് നമ്മൾ മന്ത്രം ഗുരുവിലേക്ക് നമ്മൾ അർപ്പിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഗുരു സത്കൃത്യങ്ങളാണ് ആ ജ്ഞാനദാനത്തിലൂടെ നമ്മൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്തു തന്നത്. അങ്ങനെ ഉത്കർഷതയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയ ആ ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചകളായിട്ട്, ഉൾക്കാഴ്ചകളായിട്ട് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ മന്ത്രത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ആണ് ഈ വാസന പതിയെ പതിയെ കൊഴിഞ്ഞു പോകുന്നത്. മന്ത്ര ജപത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. അതിനൊക്കെ നമുക്ക്
പ്രാപ്തി ഉണ്ടാകാൻ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. പ്രത്യേകിച്ച് ആത്മോപദേശ ശതകത്തിൽ അത് പറയുന്നുണ്ട്. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തുവാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ നിർത്തുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ജീവിതം എല്ലാവർക്കും പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെയോ, ഓം അജ്ഞാന വിനാശക വിജ്ഞാനായ നമഃ. അജ്ഞാനം നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് പഠിക്കുന്നതാണ്. അജ്ഞാനം എന്താണ്? അവിദ്യ. ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന വിനാശക വിജ്ഞാനായ നമഃ. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന വിജ്ഞാനത്തിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. അപ്പോൾ ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത് വിശേഷേണ നമുക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ജ്ഞാനമാണ്. അത് പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ഗുരു പരബ്രഹ്മമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഈ ബ്രഹ്മനിഷ്ഠയോടുകൂടി പരബ്രഹ്മ സ്വരൂപത്തോടുകൂടി വിരാജിക്കുന്ന ആ ഗുരുവിന്, കാരണം നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതാക്കി നമ്മളെ യഥാർത്ഥ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന മഹാത്മാവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയണം. അജ്ഞാനത്തെ നശിപ്പിക്കുവാനായിട്ട്, അറിവില്ലായ്മയെ നശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ മായയെ ഇല്ലാതാക്കുവാനായിട്ട് ഒരുപാട് വഴികൾ നമ്മൾ കുറച്ച് മുൻപ് സൂചിപ്പിച്ച പോലെ, ഏത് വഴിക്കാണ് നമ്മുടെ മഹർഷിമാർ നമുക്ക് 4 വഴികൾ, വിശാലമായിട്ടുള്ള 4 രാജപാതകൾ നമ്മുടെ മുൻപിൽ തുറന്നു തന്നിട്ടുണ്ട്. ആ പാതകളെല്ലാം തന്നെ ഒരേ സ്ഥലത്തേക്ക്, ഒന്നിലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഏതാണ് അനുയോജ്യം? ലക്ഷ്യം ഇതാണ്. ഓരോരുത്തരിൽ അവരവരിൽ കുടികൊണ്ടിരിക്കുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കുക. അതാണ് ലക്ഷ്യം. ഇപ്പോൾ ഭക്തിയിലൂടെ പോയാലും, കർമ്മയോഗത്തിലൂടെ പോയാലും, അതുപോലെ രാജയോഗത്തിലൂടെ പോയാലും, ജ്ഞാനയോഗത്തിലൂടെ പോയാലും നമുക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, എനിക്ക് അനുയോജ്യമായത് ഞാൻ തിരഞ്ഞെടുക്കണം. ഇതെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കാൻ പോയാൽ അത് ഉദ്ദേശിച്ച പോലെ ലക്ഷ്യത്തിലെത്താനായിട്ട് താമസിക്കും. ഇത്രയേ ഉള്ളൂ. എന്നാൽ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ പടിപടിയായിട്ട് ഇതെല്ലാം നമ്മൾ ഇതിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒന്നാണ് ജ്ഞാനം. ശരിയായ രീതിയിലുള്ള ഒരു ജ്ഞാനത്തിൻ്റെ അഭാവമാണ് മറ്റ് 3 തലങ്ങളിലും കിടക്കുന്നത്. ഭക്തിയിലൂടെ പോകുന്ന ആൾക്കും ജ്ഞാനമുണ്ടാകണം, രാജയോഗത്തിലൂടെ പോകുന്ന ആൾക്കും ജ്ഞാനമുണ്ടാകണം, കർമ്മയോഗത്തിലൂടെ പോകുന്ന ആൾക്കും ജ്ഞാനമുണ്ടാകണം. ഇപ്പോൾ നമ്മൾ ഈ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ തന്നെ അതിനൊരു ഉദാഹരണമാണ്. നമ്മൾ എത്രയോ പേരാണ് ഈ മന്ത്രങ്ങളുടെ അർത്ഥമറിയാതെ നമ്മളിത് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇതുപോലെ എത്രയോ ശ്ലോകങ്ങളും ഒക്കെ നമ്മൾ സംസ്കൃതത്തിലായാലും ശരി, മലയാളത്തിലായാലും ശരി, അതിൻ്റെ ഉള്ളർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലാകാതെ നമ്മൾ ചൊല്ലുന്നത് കൊണ്ടാണ് നമ്മളിൽ ആന്തരികമായിട്ട് ഒരു പരിവർത്തനം ഇല്ലാതെ പോകുന്നത്. അതായത് ഈ അജ്ഞാനത്തെ നമുക്ക് നശിപ്പിക്കാൻ പറ്റാതെ പോകുന്നത്. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കണമെന്ന് പച്ച മലയാളത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് ഗുരു നമ്മളെ ഓർമ്മിപ്പിച്ചു.
ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മളത് ചൊല്ലുന്നുമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ വാക്കുകളിൽ ചേർത്ത് വച്ചിരിക്കുന്ന അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മനസ്സിലെ മാലിന്യങ്ങളെ എനിക്ക് മാറ്റാൻ പറ്റാതെ പോയത്? അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ചിലർ പറയും സംസ്കൃതത്തിലായതുകൊണ്ടാണ് ഞങ്ങൾക്കത് മനസ്സിലാകാത്തത്. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്താ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കണം. നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഭൂതവും ഭാവിയും വേറല്ല ഓർക്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പച്ച മലയാളത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് ഗുരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനത്തെയാണ്, അതായത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെയാണ് തിരിച്ചറിയാൻ പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാതെ പോയത്? ഇപ്പോൾ ഭാഷയല്ല പ്രശ്നം. ആ ഭാഷയിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന അറിവുണ്ട്. ആ അറിവ് നമ്മൾ തിരിച്ചറിവാക്കി മാറ്റുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. മദ്യം വിഷമാണ്. അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇതിനകത്ത് എന്തെങ്കിലും അർത്ഥം അറിയാത്തത് വല്ലതുണ്ടോ? ജാതി ചോദിക്കരുത് എന്ന് പറയുന്നതിൽ മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ജാതി ചോദിക്കുന്നതും ഈ മദ്യം കുടിക്കുന്നതും നമ്മൾ മാറ്റാത്തത്? ഇപ്പോൾ മറ്റുള്ളവനെ ഉപദേശിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഈ ആശയങ്ങൾ ഗുരു നമ്മൾക്ക് നൽകിയിട്ട് 100-ാം വർഷമാണെന്ന് പറയുന്നുണ്ട്. 100 വർഷമായാലും ആയില്ലെങ്കിലും ഇതിൽ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ഇതിനെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, ഇതാണ് വിഷയം. അപ്പോൾ ഓരോ വാക്കുകളിലൂടെയും ആ വാക്കിൽ അന്തർഹിതമായിരിക്കുന്ന അറിവിനെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുക. അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുക. അപ്പോൾ കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യാദികൾ ആണ് നമ്മുടെ അജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്നത് എന്ന് 100 വട്ടം ഗുരു പറഞ്ഞിട്ടും അത് മാത്രം നമ്മൾ മാറ്റില്ല. എത്ര ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും, എത്ര പുണ്യസങ്കേതങ്ങളിൽ പോകുമ്പോഴും, എത്ര പുണ്യഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും അതിന് മാത്രം മാറ്റമില്ല. അത് ഒരു മതത്തിൽ മാത്രമല്ല, ഈ ലോകത്ത് എത്രമാത്രം മതങ്ങളുണ്ടോ ആ മതങ്ങളെല്ലാം പറയുന്നത് ഇതാണ്: നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കുക. ആ മനസ്സിനകത്തുള്ള മാലിന്യത്തെ, അഴുക്കിനെ, അത് ഭാരതത്തിൻ്റെ മഹർഷിമാർ പറയുന്നത് അതിന് അവിദ്യ എന്ന് പറയുന്നു, അജ്ഞാനമെന്ന് പറയുന്നു, മായ എന്ന് പറയുന്നു. ഇങ്ങനെ പല രൂപത്തിലത് പറയുന്നുണ്ട്. മറ്റു മതത്തിൽ വേറെ രീതിയിൽ സാത്താനെന്നോ പല രീതിയിലൊക്കെ പറയും. പക്ഷേ ഇത്രമാത്രമാണ്, ലളിതമാണ്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങൾ, ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന അജ്ഞാനം. അപ്പോൾ ആ അജ്ഞാനത്തെ നശിപ്പിക്കാനായിട്ട് വിനാശകൻ, ആ അജ്ഞാനത്തിൻ്റെ വിനാശകനാണ് ഗുരു, പരബ്രഹ്മസ്വരൂപൻ. അങ്ങനെയുള്ള ആ ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് പറയുന്നത്. അത് യാന്ത്രികമായിട്ട് കാര്യമില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ കുടികൊള്ളുന്ന അജ്ഞാനത്തെ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിലൂടെ ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കുകയും അതെന്നേക്കുമായിട്ട്. ഇപ്പോൾ ഗുരു പറയുന്നുണ്ട്, അത് പെട്ടെന്ന് നമുക്ക് തോന്നിയാലും അത് വീണ്ടും വരാം, വീണ്ടും ഇത് പണ്ടങ്ങളെപ്പോലെ പെരുത്ത് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ചിന്തിച്ച് ചിന്തിച്ച് ചിത്തായി തന്നെ ഇരിക്കണം എന്ന് ലളിതമായിട്ടുള്ള പച്ച മലയാളത്തിൽ പദങ്ങളിലൂടെ ഗുരു പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ നിമിഷവും ഈ ജ്ഞാനത്തിന് ഗുരു വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ജ്ഞാനത്തെ വിട്ടുകൊണ്ടാണ് 99% ജനങ്ങൾ
അവരുടെ ഭക്തിയിലും അവരുടെ ജ്ഞാനത്തിലും, അവരുടെ ജ്ഞാനമെന്ന് പറയുന്നത് നമ്മൾ ഈ വേദാന്തമൊക്കെ അവർ പറയും. രാജയോഗത്തിൽ അവർ അഗ്രഗണ്യന്മാരായി പോകും. പക്ഷേ പലപ്പോഴും അവരുടെയൊക്കെ മൂക്കത്താണ് ദേഷ്യം. എല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നു, ഭയങ്കര കാര്യങ്ങളൊക്കെ പറയും. അവരുടെ ഒരു കുഞ്ഞു വിഷയത്തിൽ ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവരതിന് ന്യായങ്ങൾ പലതും പറയാം. അതല്ല വേണ്ടത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ നോക്കൂ, ഏതെല്ലാം രീതിയിൽ പ്രകോപനങ്ങളുണ്ടാകുന്ന ചോദ്യങ്ങൾ വന്നാലും, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നാൽ പോലും ഗുരു എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മന്ദഹാസത്തോടു കൂടി തന്നെ അതിനെ നേരിട്ട് കുറിക്കുകൊള്ളുന്ന ഉത്തരങ്ങൾ കൊടുത്ത് അവനെ ചിന്തിപ്പിക്കുകയാണ്. എത്രയോ വലിയ പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാഗ്ബടാനന്ദ സ്വാമികളെ പോലെയൊക്കെയുള്ള വലിയ വിദ്വാൻമാരുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവിനെ കളിയാക്കി ചോദിച്ചപ്പോഴും ഗുരു അതിന് മറുപടി, കൃത്യമായിട്ടുള്ള മറുപടി, അല്ലേ? കല്ല് കുഴിച്ചിടുന്ന പണിയാണല്ലോ, സർവേ കല്ല് നാട്ടുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗുരു എത്രയോ ലളിതമായിട്ട് അതിന് മറുപടി പറഞ്ഞു. നാം കല്ല് കുഴിച്ചിടുന്നേ ഉള്ളൂ. കുഞ്ഞിക്കണ്ണൻ കല്ല് ചുമന്നുകൊണ്ട് നടക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ എത്ര നർമ്മത്തോടു കൂടിയാണ് ആ വ്യക്തി സ്വയം കുഴിയിൽ കിടക്കുകയാണ്. അന്ന് കടുക്കൻ, കല്ലിൻ്റെ കടുക്കനൊക്കെയാണ്. ആ കല്ല് കാതിലിട്ടുകൊണ്ടാണ് മറ്റൊരാളെ ഉപദേശിക്കാൻ പോകുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവം അത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ മിടുമിടുക്കന്മാരാണ്. പക്ഷെ നമ്മുടെ കുറ്റങ്ങളോ കുറവുകളോ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? അപ്പോൾ ഒരു പക്ഷേ അവിടെ സംഭവിക്കുന്നത്, നമ്മൾ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ഭയമാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് ഭയമാണ്. ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്കുള്ള നമ്മുടെ സകലമാന പ്രവൃത്തികളും. ഈ ഭയമുള്ള ആൾക്കാർ, അവർ ചിലർ പറയും, ആർക്കൊക്കെയാണ് ഭയമുള്ളത് അവരെല്ലാവരും എൻ്റെ ചുറ്റും കിടന്നുറങ്ങിക്കോളാൻ പറയും രാത്രി. കാരണം എന്താണ്? അയാളുടെ വിചാരം അയാൾ വലിയ ധൈര്യശാലിയാണ്. ഈ ധൈര്യശാലിയുടെ ചുറ്റും കിടന്നുറങ്ങുന്ന ആളുകൾ അവർ ഭയമുള്ളവരാണ്. അവർക്കറിയില്ല ഇയാൾക്ക് ഭയമുള്ളത് കൊണ്ടാണ്, ഇയാളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇയാളിത് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഓരോ ആളുകൾ, നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, ഗുരുവിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ തലം, അത് ലളിതമാണ്, അതോടൊപ്പം തന്നെ അത് കഠിനവുമാണ്. അതിൻ്റെ ആ ഒരു മർമ്മം നമ്മൾ ഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് വെളിച്ചമുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഇവിടെ എങ്ങുമെത്താതെ പണ്ഡിതന്മാർ, അല്ലേ, പാണ്ഡിത്യമുണ്ടെന്നുള്ള അഹങ്കാരത്തോടു കൂടി നടക്കുന്നവരാണ്. പണ്ഡിതം മന്യമാനാഹ എന്ന് പറയും. അങ്ങനെ ഒരു ദൗർഭാഗ്യം നമ്മളെ പിടികൂടാതിരിക്കണം. അപ്പം നമുക്ക് ഈ നമ്മുടെ മനസ്സിനകത്തുള്ള അഴുക്കുകളെ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. നമ്മൾ ആഗ്രഹിക്കുന്ന ശാന്തിയും സമാധാനവും നമുക്കുണ്ടാകും. ഇത് ശാന്തിയും സമാധാനത്തിനു വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അത് ഇറക്കി വെക്കാനാണ് ഗുരു പറയുന്നത്. മനുഷ്യൻ്റെ ആ ഒരു ആവശ്യമില്ലാത്ത ഗുണങ്ങൾ ഈ മനസ്സിനകത്ത് കൂട്ടിവെച്ച് അവന് നശിക്കുകയാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യാണ്. ആ കാര്യങ്ങളാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്ന്
നവരാത്രി ആരംഭമാണ്. ദേവി ഭക്തന്മാർ അല്ലെങ്കിൽ പ്രകൃതിയുടെ, ദേവി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, ബ്രാഹ്മി ശക്തിയാണ്, പരബ്രഹ്മത്തിൻ്റെ ശക്തി സ്വരൂപമാണ്. ഇവിടെ പ്രവൃത്തികളൊക്കെ നടക്കുമ്പോഴാണ് ശക്തിയെ നമ്മൾ കാണുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത്. അപ്പോൾ ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി അമ്മ അവതരിക്കുന്നത്. അപ്പോൾ ഈ 9 ഭാവങ്ങൾ, ഇന്ന് തുടങ്ങി 9 ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളിൽ ആ ദുഷ്ടമായിട്ടുള്ള കാര്യങ്ങളെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്തണം. ഇതിലൂടെയൊക്കെ ദേവി മഹാത്മ്യത്തിലൂടെയും ഓരോരോ ദേവന്മാരുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൻ്റെ പുറകിൽ ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. ഈ നമ്മുടെ മനസ്സിനകത്തുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുക. ഈ ഷഡ്വൈരികളെ, ഇവിടെ ശത്രുക്കളെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് ദേവിയുടെ അവതാര ദൗത്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഷഡ്വൈരികൾ ആണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇതിനെ നമുക്ക് അരിഞ്ഞു വീഴ്ത്തുവാൻ സാധിച്ചാൽ വിജയമാണ്. ഇപ്പോൾ ശാരദാ ദേവിയുടെ സന്നിധിയിൽ എല്ലാ വർഷവും നമ്മൾ പ്രത്യേക പൂജകൾ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കത് വിശാലമായ രീതിയിൽ നടത്താൻ പറ്റാതെ പോയത്. പക്ഷേ നമ്മൾ വൈകുന്നേരം എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ സഹസ്രനാമ അർച്ചനയും അതുപോലെ ഗുരുദേവ കൃതികളുടെ പാരായണവും ഗുരുദേവൻ രചിച്ചിട്ടുള്ള ജന്മി നവരത്നമഞ്ജരി, കാളിനാടകം അതുപോലെയുള്ള കൃതികളെല്ലാം ചൊല്ലി ദീപാരാധനയോടുകൂടിയാണ് നമ്മളത് സമാപിപ്പിച്ചത്. അപ്പോൾ നിങ്ങളും അതുപോലെ ഈ ദിവസങ്ങളിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്, ഈ രീതിയിൽ ഒരു അനുഷ്ഠാനം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ലക്ഷ്യം ഇതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഈ അജ്ഞാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മറന്നു പോകാതെ ആയിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സാധന അനുഷ്ഠാനങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സമാപിപ്പിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.